നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പിണറായി വിജയൻ സർക്കാർ നടത്താൻ പോകുന്ന ഒരു വലിയ പരിപാടിയെക്കുറിച്ചാണ്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഈ പരിപാടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വേണ്ടിയിട്ടോ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇവർ ഈ പരിപാടി പ്ലാൻ ചെയ്തേക്കുന്നത്. ഒന്ന്, കാശ്; രണ്ട്, ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണ് ഇവർ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഇതിനകത്ത് ഒരു വലിയ ക്ഷണിതാവായിട്ടൊക്കെ ഒരാൾ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ MK സ്റ്റാലിനെയായിരുന്നു. അയാൾ വരുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വേറൊന്നും അല്ല, BJP അയാൾ വന്നാൽ അയാളെ തടയുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് MK സ്റ്റാലിൻ ഇങ്ങോട്ട് വരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി. അപ്പോൾ അയാളെ എന്തുകൊണ്ട് തടയുന്നു എന്ന് ചോദിച്ചാൽ BJP തടയാൻ തീരുമാനിച്ചു. കാര്യം അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാട് കൊണ്ടും അയാളുടെ മകനുണ്ടല്ലോ, അയാളുടെ മന്ത്രി, നമ്മുടെ അവൻ്റെ പേര് വായി നോക്കിയുടെ, അവനെന്തോ ആയിക്കോട്ടെ, അവനും ഈ പറയുന്ന പോലെ സനാതന ധർമ്മത്തെയും അതുപോലെ ഹിന്ദു സമുദായത്തെയൊക്കെ വളരെ ഇകഴ്ത്തിക്കൊണ്ട് പല വേദികളിലും എന്താ പറയണ്ടേ, ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന നാറിയ പണികളുണ്ടല്ലോ, അതൊക്കെ കാണിച്ചവന്മാരാണ് ഈ സ്റ്റാലിൻ്റെ മകൻ. വായി നോക്കിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, യുവമാർ. എന്നിട്ട് സ്വാഭാവികമായിട്ടും അവരെ അങ്ങനെയുള്ള ഈ സർക്കാരിനെ, അല്ലെങ്കിൽ ആ തമിഴ്നാട് സർക്കാരായിക്കോട്ടെ, ഇനി ഏത് സ്റ്റേറ്റ് സർക്കാരോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു വായ്നോക്കികളെയും നമ്മൾ ശബരിമലയിലോട്ട് കയറ്റി വിടില്ല, തടയും എന്ന് തീരുമാനമെടുത്തത് BJP ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാലിൻ വരാതിരിക്കുന്നത്. ഓക്കെ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ശബരിമലയിൽ ഇപ്പോൾ പ്രവാസികൾക്കായിട്ട് പ്രത്യേക ക്ഷണമൊക്കെ പിണറായി നടത്തിയിട്ടുണ്ട്. വേറൊന്നുമല്ല, കാശ് തന്നെ. നമ്മൾ ഇനിയും മനസ്സിലാക്കണം, കാശ് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹം മനസ്സിലാക്കിയിട്ട് പെരുമാറണം. കാര്യം ഇലക്ഷനൊക്കെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ പരിപാടികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ അറിവില്ലാത്ത ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ വിചാരിക്കും, പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ശബരിമലയിൽ എന്തോ പ്രത്യേക എന്തോ. അങ്ങനെയൊന്നുമില്ല, ഒരു ചുക്കുമില്ല. ഇവന്മാരെ കയ്യിലിരിക്കുന്ന മൊത്തം ഉടായ്പ പരിപാടികളാണ്. അത് ഏറെക്കുറെയൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടിയാണ് വേറൊരുത്തിയുണ്ടല്ലോ, ശബരിമല കയറാൻ വലിയ ധൃതി കാട്ടിയ പോത്തമ്മണി, ബിന്ദു അമ്മണി എന്ന് പറയും. അവൾ പിണറായി വിജയന് തുറന്ന കത്ത് കൊടുത്തിട്ടുണ്ട്. അവളെയും കൂടി ഇതിൽ പങ്കെടുപ്പിക്കണം. എന്നാലും ഇവളെ പോലുള്ള അപരാധികളൊക്കെ കയറ്റാൻ പറ്റിയ സ്ഥലമാണോ ശബരിമല? പക്ഷേ പിണറായി എന്തുകൊണ്ടോ അപകടം മനസ്സിലാക്കിയതുകൊണ്ട് അത് നിരസിച്ചിട്ടുണ്ട്. അവളെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ ഒരു ക്ഷണം കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ വിശ്വാസി സമൂഹമാണ്. അവർ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ്റെ അടുത്ത തരികട പരിപാടിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. അയ്യപ്പൻ്റെ പേരിലായിക്കോട്ടെ, ഇവിടുത്തെ വിശ്വാസികളുടെ പേരിലൊക്കെ ഇതുപോലുള്ള പരിപാടികൾ ഇനി ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. അത് മനസ്സിലാക്കി ഇവിടുത്തെ ഹിന്ദു സമൂഹം, വിശ്വാസി സമൂഹം നിൽക്കണം. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വിവിധ ജാതികളിൽപ്പെട്ട നേതാക്കന്മാരുണ്ട്, ജാതി നേതാക്കന്മാരുണ്ടല്ലോ, ഇവരൊക്കെ വാ പൂട്ടിയിരിക്കുവാണ്. നിങ്ങളൊക്കെ വാ പൂട്ടിയിരിക്കാതെ ഇനിയെങ്കിലും സംസാരിക്കാൻ, ആർജവത്തോടുകൂടി സംസാരിക്കാൻ പഠിക്കണം. ഇവർ സംസാരിക്കുന്നതിൻ്റെ കാര്യം, ഇവർ സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാരണത്താലാണ് ഇവരൊക്കെ ഇത് സംസാരിക്കാത്തത്. കാര്യം BJP അഥവാ RSS ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളുമാണ്, അല്ലെങ്കിൽ അത് സത്യമാണ് എന്ന് വെക്കേണ്ടി വരും. ഇവിടുത്തെ മറ്റ് ഈ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ, നേതാക്കന്മാർ സംസാരിക്കേണ്ടി വരുമ്പോൾ അതൊക്കെ ശരിയാണ് എന്ന് വെക്കേണ്ടി വരും. ഒറ്റ കാരണത്താലാണ് ഇവരെ പോലുള്ള ആൾക്കാരൊന്നും അധികം മിണ്ടാത്തത്. പക്ഷെ മിണ്ടാത്തത് ഇവിടുത്തെ ഭക്തർക്കും അതുപോലെ തന്നെ വിശ്വാസികളെ ആൾക്കാർക്കും ഭാവിയിലും ഇനി അങ്ങോട്ടും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളൊക്കെ ആയിരിക്കും LDF സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവരെടുത്തുകൊണ്ടിരുന്നത്. അതൊക്കെ മനസ്സിലാക്കി നിൽക്കുക. വരാൻ പോകുന്ന ഇലക്ഷനൊക്കെ അതൊക്കെ മനസ്സിലാക്കി തന്നെ പെരുമാറുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, പ്രതികരിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രതികരിക്കുക. ഓക്കെ, ഒരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.